അവയവമാറ്റ ശസ്ത്രക്രിയയുടെ ചിലവ് മധ്യവർഗ കുടുംബങ്ങൾക്ക് പോലും താങ്ങാൻ കഴിയാത്തതാണല്ലേ. അപ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നാലും പ്രിയപ്പെട്ടവരുടെ ജീവൻ തിരിച്ചുപിടിക്കുന്നതിൽ മാത്രമാണ് നമ്മുടെ സന്തോഷം. കയർ കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറായ ഡോക്ടർ പ്രതീഷ് ജി പണിക്കർ 4 വർഷം മുൻപാണ് സ്വന്തം സഹോദരന് കരൾ പകുത്തു നൽകിയത്. ഈ വളരെ ചെറുപ്രായത്തിൽ തന്നെ ഈ കരൾ ദാനം ചെയ്യാനുള്ളൊരു പ്രേരണ എന്തായിരുന്നു? 2021 ഫെബ്രുവരി മാസം 4-ാം തീയതിയാണ് ഞാൻ കരൾ മാറ്റ ശസ്ത്രക്രിയ അവയവദാന ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത്. എൻ്റെ സഹോദരന് ഗൾഫിൽ ജോലി ഉണ്ടായിരുന്ന ആളാണ്. പെട്ടെന്ന് കരൾ സംബന്ധമായ അസുഖം വളരെ തീവ്രമാവുകയും അമൃത ഹോസ്പിറ്റലിൽ എത്തിച്ച് പരിശോധിച്ചപ്പോൾ അടിയന്തരമായ ശസ്ത്രക്രിയയിലേക്ക് പോകണം എന്ന് ഡോക്ടർ നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർ ഇത് സംബന്ധിച്ച് സൂചിപ്പിച്ചു, പെട്ടെന്ന് തന്നെ വേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ സാഹചര്യം നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ചും ജ്യേഷ്ഠൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് അത്യാവശ്യമായതുകൊണ്ടും ആ നിലയിൽ അതിന് തയ്യാറായി ഒരു ശസ്ത്രക്രിയയ്ക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിനുശേഷം ഇപ്പോൾ എന്തെങ്കിലും ആരോഗ്യ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടോ? ഇല്ല, നിലവിൽ ഈ അവയവദാന ശസ്ത്രക്രിയയെ സംബന്ധിച്ച് വലിയ തെറ്റിദ്ധാരണകളൊക്കെ നിൽക്കുന്നുണ്ട്. വലിയ ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകളുണ്ട്. ഞാൻ അവയവദാനം കഴിഞ്ഞിട്ട് എൻ്റെ ദിനചര്യ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. എനിക്ക് എല്ലാ തരത്തിലും എൻ്റെ ഓഫീസ് സംബന്ധമായാലും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു തടസ്സവും നാളിതുവരെയായി ഉണ്ടായിട്ടില്ല. അവയവദാനത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാവേണ്ട സാഹചര്യമില്ല. ഇതൊരു വലിയൊരു സാമ്പത്തിക ബർഡൻ കൂടെ ആവുന്നില്ലേ? ഈ സാമ്പത്തിക അംശത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ അവയവമാറ്റം സാധാരണക്കാർക്ക് ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് നിലവിലുണ്ടായിരുന്ന ഭൂമി ഉൾപ്പെടെ വിറ്റഴിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ പെട്ടെന്ന് ഇതിലേക്ക് പോകാനൊരു സാഹചര്യം ഉണ്ടായത്. ഏതാണ്ട് 35 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് ഈ അവയവദാന ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ചിലവായത്. ആ നിലയിൽ നമുക്ക് അവയവദാന ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ചിലവ് കുറയ്ക്കാൻ കഴിഞ്ഞിരുന്നാൽ കൂടുതൽ ആളുകൾ ഇതിലേക്ക് തയ്യാറായി വരികയും കൂടുതൽ ജീവനുകൾ നമുക്ക് രക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യവും ഉണ്ടാകും. ഈ അവയവദാനം ചെയ്യണോ വേണ്ടോ എന്ന് ശങ്കിച്ചിരിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? 100% നമ്മളെ സംബന്ധിച്ച് ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു ജീവൻ, വിലപ്പെട്ട ഒരു ജീവൻ നിലനിർത്താൻ കഴിയുക എന്ന് പറയുന്നതാണ് ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മഹത്തരമായ ഒരു പ്രവൃത്തി. അത് നമുക്ക് നൽകുന്ന സന്തോഷം മറ്റൊന്നിനും സമാനമാകില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അതിൻ്റെ ജീവിതത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞതാണ്. പ്രിയപ്പെട്ടവർക്ക് അവയവങ്ങൾ ദാനം ചെയ്യാൻ മടിച്ചു നിൽക്കണ്ട. പകുത്തു നൽകിയവരുടെ ജീവിതമാണ് നിങ്ങൾക്കുള്ള ഉറപ്പ്. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.